സദാ സന്തോഷത്തോടെ ഇരിക്കാനായി സത്യതയും ശുദ്ധതയും ആവശ്യമാണ് എന്നാണ് ഈശ്വരൻ പറയാറുള്ളത്. സത്യതയും ശുദ്ധതയും എന്നാൽ അകത്തും പുറത്തും ഒരുപോലെ എന്നാണ് അർത്ഥം. അല്ലാതെ മനസ്സിലൊന്നും പുറമേ കാണിക്കുന്നത് മറ്റൊന്നുമല്ല. ഇങ്ങനെ കാണിക്കുന്ന ആത്മാക്കൾക്ക് സന്തോഷമായിരിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെയുള്ളവർ ഉള്ളിൽ പലതും മറക്കാതെ പിടിച്ചു വെച്ച് നിൽക്കുകയും പുറമേ വളരെ മധുരമായി സംസാരിക്കുകയും ചെയ്യും. ചിലർ വീട് വൃത്തിയാക്കുന്നത് കണ്ടിട്ടില്ലേ? വീട് വളരെ വൃത്തിയായി ഇരിക്കുന്നുണ്ടാകും. എന്നാൽ അലമാര ഒന്ന് തുറന്നു നോക്കിയാൽ എല്ലാം ആകെ കുന്നുകൂടി നിൽക്കുകയായിരിക്കും. കാരണം അവർ എല്ലാം പുറമേ നിന്നും എടുത്ത് കപ്ബോർഡിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പുറമേ നിന്ന് നോക്കിയാൽ വീട് വളരെ വൃത്തിയായി കാണപ്പെടുകയും ചെയ്യും. ആരെങ്കിലും അറിയാതെ അലമാര ഒന്ന് തുറന്നാൽ എന്താണ് ഉണ്ടാവുക? ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കൂ. അതുപോലെ തന്നെ നമ്മൾ വളരെ മധുരമായി സംസാരിക്കുകയും പക്ഷേ ഉള്ളിൽ പലതും മുറുകെ പിടിച്ച് വെച്ചിട്ടുണ്ടാവും. പലതും വിട്ടുകളയാതെ ഓർമ്മ വെച്ച് ജീവിക്കുകയായിരിക്കും. ഏതെങ്കിലും ഒരു ദിവസം ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സാകുന്ന അലമാരയെ ഒന്ന് തുറന്നാൽ നമ്മുടെ വായിൽ നിന്നും വീഴുന്ന വാക്കുകൾ കേട്ടു നിൽക്കുന്നവരെ പോലും അത്ഭുതപ്പെടുത്തും. മാത്രമല്ല പലപ്പോഴും നമ്മൾ എന്താണ് പറഞ്ഞത് എന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്കും ആകെ ആശ്ചര്യമാവും. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ എന്താണ് പറയാറുള്ളത്? ഞാൻ അങ്ങനെ പറയണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ എൻ്റെ വായിൽ നിന്നും വീണുപോയി, അങ്ങനെ വീണുപോയി, അങ്ങനെ വന്നുപോയി, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറയാറുള്ളത്? എൻ്റെ വായിൽ നിന്നും വന്നുപോയി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എനിക്ക് എൻ്റെ നാക്കിൽ കൺട്രോൾ ഇല്ല എന്നാണ് അതിനർത്ഥം. അല്ലാതെ വായിൽ നിന്നും താനെ വാക്കുകൾ വരില്ലല്ലോ. അങ്ങനെ അറിയാതെ വായിൽ നിന്നും ഒന്നും വരില്ല. ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യവും വായിൽ നിന്നും താനെ വരികയില്ല. ചിന്തിച്ച് അതിനെ മുറുകെ പിടിച്ച് മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപോ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപോ മനസ്സിൽ വച്ചതാണ്. അതേക്കുറിച്ച് ചിന്തിച്ച് മറക്കാതെ മനസ്സിൽ ഓർത്തു വച്ചിരുന്നു. എന്നാൽ ഒരിക്കലും അതേക്കുറിച്ച് പറയില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതേക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചു കൊണ്ടേയിരുന്നത് കൊണ്ട് അതെന്നെങ്കിലും സംസാരത്തിൽ വരിക തന്നെ ചെയ്യും. വാക്കുകളിൽ വന്നാൽ അത് മറ്റുള്ളവർക്ക് ദുഃഖം നൽകും. ചിന്തിച്ച് മുറുകെ പിടിച്ച് ജീവിച്ചാൽ അത് ആർക്കാണ് ദുഃഖം നൽകുക? ഒരേ കാര്യത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ച് അതിനെ മുറുകെ പിടിച്ച് ജീവിച്ചു കൊണ്ടിരുന്നാൽ അത് ആർക്കാണ് വിഷമങ്ങൾ നൽകുക? ആർക്കാണ് ദുഃഖം കൊടുക്കുക? നമ്മുടെ മനസ്സിന്. അത് മനസ്സിനാണ് ദുഃഖം നൽകുന്നത്. മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളും നമ്മുടെ ഓരോ കോശങ്ങളെയും ബാധിക്കുന്നുണ്ട്. ഇവരെന്തെങ്കിലും പറഞ്ഞു, ഞാനത് മനസ്സിൽ വച്ചുകൊണ്ടേയിരുന്നു. അവരെന്തെങ്കിലും ചെയ്തു, അതും ഞാൻ മനസ്സിൽ വെക്കുന്നു. അങ്ങനെ ധാരാളം പഴയ കാര്യങ്ങൾ ഞാൻ മനസ്സിൽ പിടിച്ചു വച്ചിട്ടുണ്ട്. ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണോ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് അവയുടെയൊക്കെ വൈബ്രേഷൻസ് എൻ്റെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷം അത് ഏതെങ്കിലും ക്ലോട്ട് അല്ലെങ്കിൽ ബ്ലോക്കേജ്, ചില ട്യൂമറുകളൊക്കെയായി മാറി പുറത്തേക്ക് വരുന്നു. പിന്നെ നമ്മൾ ശരീരത്തിന് ചികിത്സ നൽകിയിട്ട് ആ ട്യൂമറും ബ്ലോക്കും ഒക്കെ നീക്കം ചെയ്യുന്നു. കുറച്ച് വർഷങ്ങൾക്കു ശേഷം അത് വീണ്ടും വരുമെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. ബ്ലോക്ക് നീക്കം ചെയ്തു, എന്നാലും കുറച്ച് വർഷങ്ങൾക്കു ശേഷം വീണ്ടും ബ്ലോക്കേജ് വരുമെന്നാണ് ഡോക്ടേഴ്സ് പറയാറുള്ളത്. എല്ലാം ശരിയാക്കിയതല്ലേ, പിന്നെ എങ്ങനെയാണത് വീണ്ടും വരുന്നത്? ഇങ്ങനെ നമ്മൾ ചിന്തിക്കും, അല്ലേ? ശരിയാക്കിയ കാര്യം വീണ്ടും കുഴപ്പങ്ങളിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ്? ബ്ലോക്ക് ശരീരത്തിൽ നിന്നുമാണ് നീക്കം ചെയ്തത്. ബ്ലോക്കേജ് എവിടെ നിന്നാണ് മനസ്സിൽ രൂപപ്പെട്ടത്? നമ്മൾ ശരീരത്തിൽ നിന്നും ആദ്യം ബ്ലോക്ക് മാറ്റുന്നു. പക്ഷേ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മനസ്സിലെ ബ്ലോക്ക് വീണ്ടും വീണ്ടും ശരീരത്തിന് വൈബ്രേഷൻസ് അയച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ശരീരത്തിൽ വീണ്ടും ബ്ലോക്കേജസ് ഉണ്ടാകുന്നു. മനസ്സിൽ നിന്നും ആ ബ്ലോക്കേജ് ഇല്ലാതാക്കിയാൽ പിന്നെ നമുക്ക് ഡോക്ടറിൻ്റെ അടുത്തേക്ക് ജീവിതത്തിൽ ഒരിക്കലും പോകേണ്ടി വരില്ല.
ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. മാലിന്യങ്ങളും അഴുക്കും ഒരു ദിവസത്തിലധികം വീട്ടിൽ പോലും വെക്കാൻ പറ്റില്ല. വീട്ടിലെ ഡസ്റ്റ്ബിന്നിലെ മാലിന്യങ്ങൾ അടുത്ത ദിവസത്തേക്ക് എങ്ങനെയായി മാറും? മൂന്നാമത്തെ ദിവസത്തേക്ക്, നാലാമത്തെ ദിവസത്തേക്ക്? ആദ്യത്തെ ദിവസം ദുർഗന്ധം ഉണ്ടാവില്ല. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ എന്താണ് ഉണ്ടാവുക? നാലാമത്തെ ദിവസം ആകുമ്പോഴേക്കും ദുർഗന്ധം അയൽ വീട്ടിലേക്ക് പോലും എത്തിയിട്ടുണ്ടാവും. നമ്മളും ഈ മാലിന്യങ്ങളെയൊക്കെ മനസ്സിനുള്ളിൽ എത്രയോ ദിവസങ്ങളായിട്ടാണ് മുറുകെ പിടിച്ചു വെച്ചിട്ടുള്ളത്. എത്ര ദിവസങ്ങളായി പറയൂ? എന്നാണോ അവരത് പറഞ്ഞത് അന്ന് മുതൽ നമ്മളത് ഓർത്തു വെച്ചിട്ടുണ്ട്. കല്യാണത്തിന് പോയപ്പോൾ അവരെന്നെ തീരെ മൈൻഡ് ചെയ്തില്ല. ഞാൻ നേരിട്ട് അവരുടെ വീട്ടിലേക്ക് പോയതാണ്. ഞാൻ അവർക്ക് അത്ര വിലപിടിപ്പുള്ള ഗിഫ്റ്റാണ് കൊടുത്തത്. അവർ തിരിച്ചു തന്നത് വളരെ വില കുറഞ്ഞ ഗിഫ്റ്റായിരുന്നു. അങ്ങനെ പലതും നമ്മൾ മനസ്സിൽ മുറുകെ പിടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ കഴിയുക? ഓരോരോ കാര്യങ്ങൾ മനസ്സിൽ പിടിച്ചു വയ്ക്കുന്നതിലൂടെ മനസ്സിൻ്റെ ഭാരം വർദ്ധിച്ചു വരികയുള്ളൂ. മനസ്സിൻ്റെ ഭാരം നിരന്തരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഒരു മുറിവിനു മേലെ അടുത്തത്, വീണ്ടും അടുത്തത്. അങ്ങനെ മുറിവുകൾ കൂടുതലായിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ നാളെ രാവിലെ കുടുംബത്തോടൊപ്പം ചായ കുടിക്കുകയാണെന്ന് കരുതുക. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ കപ്പിൽ നിന്നും കുറച്ചു ചായ സോഫയിലേക്ക് വീണു. നല്ല ഭംഗിയുള്ള സോഫയാണ്. നിങ്ങൾ പെട്ടെന്ന് എന്താണ് ചെയ്യുക? നിങ്ങളിൽ ആരൊക്കെയാണ് പെട്ടെന്ന് തന്നെ ചായയുടെ കറ വൃത്തിയാക്കാറുള്ളത്? വേഗം വൃത്തിയാക്കും അല്ലേ? കപ്പിൽ ബാക്കിയുള്ള ചായ അവിടെ വെച്ച് ആദ്യം സോഫ വൃത്തിയാക്കും. കാരണം അപ്പോൾ തന്നെ വൃത്തിയാക്കിയില്ലെങ്കിൽ സോഫയിൽ കറ പിടിക്കും, കടുത്ത കറ പിടിക്കും. ആരോ വന്ന് എന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. വേറെ ഒരാൾ വന്നു, അവരും എന്നെ പലതും പറഞ്ഞിട്ട് പോയി. അപ്പോൾ തന്നെ ആ കറകളെ വൃത്തിയാക്കേണ്ടതായിരുന്നു അല്ലേ? അപ്പോഴേ വൃത്തിയാക്കേണ്ടതല്ലേ? എന്നാൽ നമ്മൾ അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇവരുടെ ഈ വാക്കുകൾ ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഞാൻ ഈ കറ ക്ലീൻ ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ കറകൾക്ക് മീതെ കറകൾ വന്നുകൊണ്ടേയിരുന്നു. അതോടെ ആത്മാവിൻ്റെ ഒറിജിനൽ കളർ തന്നെ ഇല്ലാതായി. നോക്കൂ, ഈ ഡ്രസ് വൈറ്റ് കളറാണ്. ഇതിൽ കറകളാകുന്നു. വീണ്ടും വീണ്ടും കറ പിടിക്കുന്നു. കറ പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ടും ഇതിനെ ക്ലീൻ ചെയ്യാൻ എനിക്കൊരു പ്ലാനും ഇല്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? കുറച്ചു വർഷങ്ങൾക്കു ശേഷം പിന്നെ ഇതിൻ്റെ കളർ എന്തായി മാറും? അത്രയ്ക്ക് കടുത്ത കറകൾ പിടിച്ചിരിക്കും. അത്രയ്ക്ക് കടുത്ത കറകളായിരിക്കും പിടിച്ചിട്ടുണ്ടാവുക. കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ ഡ്രസ് മുൻപ് വൈറ്റ് കളർ ആയിരുന്നു എന്ന് പോലും ആർക്കും മനസ്സിലാവില്ല. നിറം അത്രയ്ക്ക് മാറിപ്പോയിട്ടുണ്ടാവും.